ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് നമ്മുടെ അദ്വൈതം എന്ന ചിത്രത്തിലെ നായിക എന്ന് പറഞ്ഞ നായിക അതിൽ നമ്മുടെ വേറെ നടിയാണ്, പക്ഷെ രേവതിയാണ്. പക്ഷെ അതിനേക്കാളും എല്ലാവരും ശ്രദ്ധിച്ചൊരു നായികയാണ് നമ്മുടെ സുജാത എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജയറാമിൻ്റെ നായികയായിട്ട് വന്നതാണ്. നല്ല ഐശ്വര്യമുള്ള പെൺകുട്ടി, നല്ല അഭിനയം. ആ പാട്ട് തന്നെ നമുക്ക് എപ്പോൾ കേട്ടാലും ആ ഒരു നിഷ്കളങ്കമായ മുഖം നമുക്ക് ഓർമ്മ വരും. അത്രയും മനോഹരമായിട്ടുള്ള ഒരു പാട്ട്, അതിനേക്കാളും മനോഹരമായിട്ട് ആ കുട്ടി അഭിനയിച്ചു. അതിനേക്കാളും നല്ല പിക്ചറൈസ് ആ പാട്ടിൻ്റെ ഭാഗത്ത് ജയറാമിന് നല്ലൊരു റൊമാൻറ്റിക് ഒരു സീനാണ്. അപ്പോൾ ആ ഒരു നടിയുടെ ഒരു ജീവിതത്തിലുണ്ടായുള്ള ഒരു വലിയൊരു കാര്യങ്ങളാണ് നമ്മളൊന്ന് പറയാൻ പോണത്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ ഈ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ പല ഭാഷകളും നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. നമ്മൾ ആ ഭാഷകൾ ഉപയോഗിച്ചാൽ തന്നെയാണ് നമുക്ക് ഈ ഒരു കലാസൃഷ്ടി ചെയ്യുമ്പോൾ അതിനൊരു പൂർണ്ണത കിട്ടണമെങ്കിൽ നമുക്കത് അതേപോലെ തന്നെ ചിലപ്പോൾ പച്ചയ്ക്ക് പറയേണ്ടി വരും, ചിലപ്പോൾ പഴുത്ത് പറയേണ്ടി വരും, ചിലപ്പോൾ ഡബിൾ മീനിങ് പറയേണ്ടി വരും, ചിലപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് പറയേണ്ടി വരും. അതൊക്കെ നിങ്ങൾ എന്നോടൊന്ന് ക്ഷമിക്കുക, അതന്നെ ഞാൻ പറയണത്. അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മളെന്തിനായി ചെവി പോത്തുന്നത്? അതിൻ്റെ ആവശ്യം എന്താ ഉള്ളത്? നമ്മൾക്ക് ജീവിതത്തിൽ ഓരോരുത്തരുടെ ജീവിതത്തിലും ഈ വക കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നതാണ്, ചെയ്യുന്നതാണ്. എല്ലാവരും ഇതുപോലെ ചെയ്തിട്ട് തന്നെയാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്. പക്ഷിമൃഗാദികളും വരെ ബന്ധപ്പെട്ടിട്ടാണ് അവരെ വംശം നിലനിർത്തുന്നത്. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുന്നത് ഒരു തെറ്റല്ല, അതിനെപ്പറ്റി കേൾക്കുന്നത് തെറ്റല്ല. പല അറിവുകളും നിങ്ങൾക്ക് കിട്ടാം, പല അറിവുകളും എനിക്കും കിട്ടാം, പലതും കാണുമ്പോഴും കേൾക്കുമ്പോഴും. അപ്പോൾ അതുകൊണ്ട് അസഭ്യമായ വാക്കുകൾ പറയുന്നു, അതുപോലെ തന്നെ വൃത്തികെട്ട ഭാഷ സംസാരിക്കുന്നു എന്ന് പറയുന്നവരോട് ഞാനൊരു റിക്വസ്റ്റാണ്, നിങ്ങൾ ക്ഷമിക്കുക. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാലമൊക്കെ കഴിഞ്ഞു. അതൊക്കെ തെറിയാണ്, അതിങ്ങനെ പറയാൻ പാടില്ല, ഇങ്ങനെ യോനിന്ന് പറയാൻ പാടില്ല, ലിംഗെന്ന് പറയാൻ പാടില്ല, അതൊക്കെ തെറ്റാണ്. ഇങ്ങനൊന്നും ഇല്ല. ഇതെല്ലാവരുടെ കയ്യിലുള്ളതാണ്, നമ്മുടെ മുമ്പിലുള്ളതാണ്, സ്ത്രീകളുടെ മുമ്പിലുള്ളതാണ്. സ്ത്രീകൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഇനിയാണ് എല്ലാ അവയവങ്ങളും കൊടുത്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ഉണ്ടായ കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ അസഭ്യമില്ല, അതിൽ സത്യമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരും അതിൽ നെറ്റി ചൊളിക്കേണ്ട കാര്യമില്ല, എന്നെ കുറ്റം പറയേണ്ട കാര്യമില്ല. നമ്മളെല്ലാം പച്ചയ്ക്ക് പറയുന്നതാണ് എന്ന് മാത്രം കരുതിയാൽ മതി. എന്നാലും അതിൻ്റെ ഒരു ഡെപ്ത് കിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കുട്ടീനെ കുറിച്ചൊരു വീഡിയോ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്കതിൻ്റെ വിശദമായുള്ള ഇത് നമ്മുടെ നാട്ടുകാരിയല്ല, അതുകൊണ്ട് വിശദമായുള്ള കാര്യങ്ങൾ കിട്ടിയില്ല. ഇപ്പം ആ പെൺകുട്ടി വന്ന്, ഈ സുജാത വന്ന്, ഇപ്പോൾ ഡോക്ടർ സുജാതയാണ്, ഡോക്ടറായി. അപ്പോൾ ആ ഡോക്ടർ സുജാത വന്ന് ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടോടെ പുറത്തു വന്നപ്പോൾ അതിൻ്റെ കുറേ അനുഭവങ്ങൾ അത് തുറന്നു പറഞ്ഞിരിക്കുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു നടിയായത് എങ്ങനെ, ഒരു തമിഴ് സിനിമയെ കൂടിയാണ് അത് നടിയായത്. അച്ഛനും അമ്മയ്ക്കും, അച്ഛന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അഭിനയിപ്പിക്കാൻ, പക്ഷെ അമ്മയ്ക്കൊക്കെ വലിയ താല്പര്യമായിരുന്നു. അങ്ങനെ ഒരു വലിയൊരു സംവിധായകൻ, അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്, 85-90 വയസ്സായതിൻ്റെ അദ്ദേഹത്തിന്. വലിയൊരു സംവിധായകൻ തമിഴിലെ ഈ കുട്ടീനെ കണ്ടപ്പോൾ നല്ല സുന്ദരി കുട്ടികളെ, നമ്മൾ അദ്വൈതത്തിൽ അഭിനയിക്കുമ്പോൾ തന്നെ നല്ല സുന്ദരി. അപ്പോൾ ഒരു കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് എന്തായിരിക്കും ആ കുട്ടിയുടെ സൗന്ദര്യം. ആ കുട്ടീനെ അഭിനയിപ്പിക്കാൻ വേണ്ടി ഒരു സിനിമ അഭിനയിപ്പിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങി. അതിൽ അച്ഛനമ്മോടും പറഞ്ഞു, അച്ഛനമ്മ ആ കുട്ടീനെ ഡാൻസ് പഠിപ്പിക്കുന്നത്, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, ഓഡിഷൻ ചെയ്യുന്നു. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇയാളുടെ ഈ സംവിധായകൻ്റെ പെരുമാറ്റം മോശമായപ്പോൾ ഈ കുട്ടി സുജാത വീട്ടിൽ അച്ഛനമ്മോടും പറഞ്ഞു, എനിക്ക് ഇയാളെ സിനിമയിൽ വേണ്ട, ഇയാൾ ശരിയല്ല, ഇയാളൊരു ക്രൂരനാണ്, ഇയാളെ ഞാൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനമ്മ പറഞ്ഞു അവൾ സമ്മതിക്കില്ല, നമ്മളെന്താ ചെയ്യുക, അത് നിങ്ങളുടെ പേരിൽ ഞാൻ കേസ് കൊടുക്കും, മറ്റൊന്നും മറിച്ചുണ്ട്. ഇവള് നായികയാക്കാന്ന് പറഞ്ഞിട്ട് ഇവൾക്ക് വേണ്ടിയിട്ട് ഞാൻ എത്ര പാട്ട് കമ്പോസ് ചെയ്തു, എത്ര കാശ് ഫീൽഡിലിറക്കി, 15-20 ലക്ഷം രൂപ ഞാൻ ചിലവാക്കിയിരിക്കുക. ഇനി ഇവളില്ലെങ്കിൽ ആ സിനിമ ഇല്ല. അപ്പോൾ അതിന് നഷ്ടപരിഹാരം ആര് തരും? അപ്പോൾ ഇന്നത്തെ കാലത്തല്ല, അന്നത്തെ കാലത്ത് 5 ലക്ഷം എന്ന് പറഞ്ഞാൽ വലിയൊരു പൈസയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഈ പെൺകുട്ടിയുടെ മനസ്സായിരിക്കും. ഈ പെൺകുട്ടി പറഞ്ഞു, നിങ്ങൾ ഡയറക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ഭാര്യ എന്നും ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഒരു ഡിമാൻഡ് മാത്രമേ വെച്ചുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് ഒരു പീഡനം ഏൽക്കാണ്ടിരിക്കുക. ഇയാൾ ശരിയല്ല, ഇയാൾ വൃത്തികെട്ടവനാണ്, അത്രയും വൃത്തികെട്ടവനാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ പെൺകുട്ടി സുജാത അങ്ങനെ പറഞ്ഞത്. അത് അയാൾ സമ്മതിച്ചു. ശരി, ഓക്കെ. അത് പറഞ്ഞപ്പോൾ ഇയാൾ ഒരു പീഡകനാണും ഇയാൾ ഉപദ്രവിക്കുന്നുണ്ടെന്നുള്ളതും അപ്പോൾ ഈ ഭാര്യയ്ക്ക് മനസ്സിലായില്ലേ. അതിൻ്റെ ഗൗരവം ഇയാൾക്ക് ഗംഭീരമായിട്ട് ഈ പെൺകുട്ടിയോടുണ്ടായിരുന്നു.
ഷൂട്ടിങ് തുടങ്ങുമ്പോൾ അതിനെ ഈ പെൺകുട്ടിയോട് ആൾ ഭയങ്കര ക്രൂരമായിട്ട് സംസാരിക്കുക, ടേക്കുകളൊക്കെ രണ്ടാമത് ഇടിപ്പിക്കുക, അതുപോലെ തന്നെ ഒരുപാട് ഈ കളിയാക്കുക, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ഈ പെൺകുട്ടിക്ക് മനസ്സിലായി ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, നമ്മുടെ അഭിനയത്തിനെ ബാധിക്കുക, നല്ല കഥാപാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഇയാളോട് സ്നേഹമായിട്ട് നിൽക്കുക, അതാണ് നല്ലത്. അപ്പോൾ അതെന്നെ ഇയാളുടെ ഭാര്യയും പറഞ്ഞു, നീ കുറച്ച് സോഫ്റ്റായി അദ്ദേഹത്തിനോട് പെരുമാറ്, എനിക്ക് എന്ന് ലൊക്കേഷനിൽ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഭാര്യ വരാണ്ടായി. പിന്നെ ഇയാൾ മാത്രമായി. പിന്നെ ഇയാളായിട്ട് ഗൗരവമൊക്കെ വിട്ടു. എന്നിരുന്നാലും അതിർത്തി വരുമ്പോൾ കടക്കാനായിട്ട് അന്ന് അനുവദിച്ചിരുന്നില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ ഇതുപോലെ തന്നെ ഇയാൾക്ക് താപ്പ് കിട്ടിയ നേരത്ത് കെട്ടിപ്പിടിച്ച് ഇയാൾ ഉമ്മ വെച്ചു. പക്ഷേ ഈ പെൺകുട്ടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും പുറത്ത് പറയാനോ അച്ഛനമ്മോടും പറയാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും അന്നത്തെ കാലത്ത് ധൈര്യമില്ല. ഇന്നത്തെ കാലമല്ല. അപ്പം അന്നത്തെ കാലത്ത് അതിനൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, ഒരു ഭയം ഉണ്ടായിരുന്നു. അതങ്ങനെ സമ്മതിച്ചു. പക്ഷേ അത് ഈ പെൺകുട്ടിയുടെ മൗന സമ്മതമായിട്ട് പിന്നെ ഇയാൾ കെട്ടിപ്പിടിക്കാൻ തുടങ്ങി, ശരീരങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി, അവിടെ ഞങ്ങളുടെ ലൈംഗികപരമായുള്ള അടിമയാക്കി മാറ്റി. അതാണ് അതിന് ഒരു ഭാഷ. ഇയാൾക്ക് എപ്പൊക്കെ തോന്നുന്നോ അപ്പൊക്കെ ഇയാൾ ഈ സുജാതനെ വന്ന് പരിപാടി ചെയ്യും. അതും വെറും ക്രൂരമായിട്ടാണ് ചെയ്യുന്നത്. സാധാരണ നമ്മുടെ സുഖത്തിന് വേണ്ടി ചെയ്യുക, സ്ത്രീകളെയൊക്കെ ബുദ്ധിമുട്ടിക്കാണ്ട് സ്ത്രീകളെയൊക്കെ സന്തോഷിപ്പിച്ച് അതിൻ്റേതായുള്ള ഒരു തരമുണ്ട്. അതിനനുസരിച്ചൊക്കെ നമ്മൾ ലൈംഗിക ബന്ധത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അത് ആണിനും പെണ്ണിനും ഒരു അനുഭൂതിയാണ്. പക്ഷേ ഇയാൾ ചെയ്യുന്നത് അങ്ങനെയല്ല. ഇയാൾ ക്രൂരത, ചില ആൾക്കാരുടെ മൈൻഡ് അങ്ങനെയാണ്. ഈ സ്ത്രീകളെ ഉപദ്രവിച്ച് ചെയ്യുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഒരു സ്റ്റാഡിസ്റ്റിൻ്റെ ഒരു വലിയൊരു വികാരം കയറി വരിക. അങ്ങനെ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊന്നും സ്ത്രീകൾക്ക് കൃത്യമായിട്ട് ആസ്വദിക്കാനായിട്ട് കഴിയില്ല. അങ്ങനെ ഇയാളുടെ സ്വഭാവം, ഇയാളുടെ വൃത്തികെട്ട സ്വഭാവം, വൃത്തികെട്ട രീതിയിൽ അയാൾ വളരെയധികം പീഡിപ്പിച്ചിട്ട് അയാൾ ചെയ്യുക. അപ്പോൾ അതിൽ ഏറ്റവും വലിയ മറ്റുള്ള പീഡനങ്ങളൊക്കെ സഹിക്കാൻ ഇയാൾക്കുള്ള ആസ്വാദനത്തിന് വേണ്ടിയിട്ട് ഇയാൾ യോനിയിൽ കമ്പി വരെ കുത്തി കയറ്റാൻ നോക്കിയെന്നാണ് പറയണത്. അത് ഭയങ്കര ഒരു ക്രൈമല്ലേ. അപ്പം അതൊക്കെയാണ് ഈ പെൺകുട്ടി പറയണത്. അന്നത്തെ കാലത്ത് അതൊക്കെ പുറത്ത് പറയാനുള്ള വിഷമം കൊണ്ടും പേടി കൊണ്ടും ഇങ്ങനെയൊക്കെ അങ്ങോട്ട് സംഭവിച്ചു. അല്ലാണ്ട് ഇതൊന്നും ഇഷ്ടപ്പെട്ട് ചെയ്തതൊന്നല്ല. എന്തോ ഒരു അയാളെ അടിമയാക്കി വെച്ച് എന്തൊക്കെയോ അതിൽ രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ഒന്നുമില്ലെങ്കിൽ ഇനിയിപ്പോൾ ഇയാളുടെ അടുത്ത് വല്ല തെളിവുകളോ കാര്യങ്ങളോ ഇനി അതൊക്കെ പബ്ലിക്കായൊക്കെ ഒന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിരിക്കും. അങ്ങനെ ആ പടങ്ങൾ റിലീസായി സിനിമാ ലോകത്തോട് വെറുത്തു. സിനിമ വേണ്ട എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് അച്ഛനമ്മയുടെ നിർബന്ധപ്രകാരമാണ് വീണ്ടും അഭിനയിക്കാമെന്ന് വെച്ചത്. അങ്ങനെ ഇനി മലയാളത്തിൽ ആകെ 3 സിനിമയിൽ അഭിനയിച്ചുള്ളൂ. മലയാളത്തിൽ ഒരു ലൈംഗികപരമായിട്ട് അങ്ങനെ ഒരു അതിക്രമം അവിടെ ആരും ചെയ്തില്ല എന്ന് ആ നടി പറയുന്നുണ്ട്. അത് സത്യമായിരിക്കാം. പക്ഷെ അന്ന് ആ പ്രശ്നങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരുപാട് ഉപദ്രവിച്ചു, മാനസികമായും ശാരീരികമായിട്ടും ഇവിടെയുള്ള ആൾക്കാർ ഒരുപാട് ഉപദ്രവിച്ചു എന്ന് പറയുന്നുണ്ട്. ഈ നമ്മുടെ പ്രിയദർശനാണ് ആ സിനിമയുടെ സംവിധായകൻ. അപ്പോൾ ആ പ്രിയദർശൻ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടി കുളത്തിൽ നിന്ന് മുങ്ങി വരുന്ന ഒരു സീനുണ്ട്. ആ കുളത്തിൽ നിന്ന് മുങ്ങി വരുന്ന സീന് എടുക്കുമ്പോൾ ഒറ്റ മുണ്ടെടുത്തിട്ട് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ നമ്മുടെ സുജാത പറഞ്ഞു അത് ശരിയാവില്ല, എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല, ഞാനൊരു മേൽമുണ്ടും കൂടി ഇടുന്നു പറഞ്ഞു. അപ്പോൾ ഒന്ന് പറഞ്ഞു കനം കുറഞ്ഞ മേൽമുണ്ട് ഇടണം എന്ന് പറഞ്ഞു. കനം കുറഞ്ഞ മേൽമുണ്ട് ഒറ്റയ്ക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെള്ളം മുങ്ങി പൊന്തുമ്പോൾ എൻ്റെ ബ്രസ്റ്റും മൊലിയൊക്കെ പുറത്ത് കാണും. അപ്പം അതുകൊണ്ട് എനിക്കത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നിൻ്റെ ബാക്ക് ഭാഗം എടുക്കുള്ളൂ, ഫ്രണ്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇതുകൊണ്ട് മുക്കിച്ച് വെള്ളത്തിൽ മുങ്ങി പൊന്തി വരുമ്പോൾ തിരിഞ്ഞു വരുന്നോട് കൂടിയിട്ട് ഇവരെല്ലാം എടുത്തും. അത് ഈ പെൺകുട്ടിക്ക് ഒരുപാട് മാനഹാനി ഉണ്ടായി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനമ്മ ഇരുന്ന് ഷൂട്ടിങ് കാണുന്നു. ഈ ലൊക്കേഷനിൽ ഒരു രഹസ്യമായിട്ടുള്ള ഷൂട്ടിംഗ് അല്ല, പബ്ലിക് കോളാണ്. 500 ആൾക്കാരിൽ നിന്ന് വേറെ നിന്ന് ഷൂട്ടിങ് കാണുന്നു. ഇവരിടയിലാണ് ഒരു പെൺകുട്ടീനെ ഇങ്ങനെ ഇവർ അഭിനയിപ്പിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞ മനുഷ്യാവകാശ ലംഘനമാണ്. അതാണ് പറഞ്ഞത്. ഇവിടെ ശാരീരികമായി പീഡനമില്ലെങ്കിലും മനുഷ്യാവകാശ ലംഘനങ്ങളാണ് ഇവിടെ നടന്നിരുന്നതെന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് കിട്ടില്ല, പൂശാൻ കിട്ടില്ല എന്നുള്ള പിള്ളേർക്ക് മനസ്സിലായപ്പോൾ എന്തുണ്ടായി, ഇനിയിപ്പോൾ അങ്ങോട്ട് നമുക്കൊന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഒരു പണി കൊടുക്കുക എന്നുള്ള നിലയിലാണ്. അതുപോലെ തന്നെ ആ കുട്ടിക്ക് ഒരു ഗുരുവായൂർ അമ്പലമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഗുരുവായൂർ അമ്പലത്തിൻ്റെ വേറൊരു സെറ്റ് ഇട്ടോക്കണം. ആ സെറ്റിൽ ഒരു ഇതുണ്ട്, നമ്മുടെ പഴക്കൊല വെച്ചിട്ട് അതായത് ആ ഒരു വലിയൊരു ത്രാസിൽ ഇരുത്തിയിട്ട് തൂക്കം നോക്കിയിട്ട് നമ്മുടെ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ആ ത്രാസിൽ ഇവിടെ പഴക്കൊല വെച്ചിട്ട് പൊന്തി വരണം. അപ്പോൾ ഇതിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ത് ചെയ്യുന്നുണ്ടായി,
ഈ കുട്ടീനെ ഉപദ്രവിക്കാൻ വേണ്ടി തന്നെ ആ ത്ലാസിൻ്റെ ഇതഴിച്ചു വെച്ചു. എന്നിട്ട് ഇവിടെ പഴക്കൊല വെച്ചിട്ട് തുലാഭാരം നടത്തുന്ന സമയത്ത് പഴക്കൊല ഈ ഒരു തട്ടിൽ വെച്ചിട്ട് ഈ തട്ടിൽ ഒരു കുട്ടി കയറി നിന്ന് തട്ടങ്ങോട്ട് മുകളിലേക്ക് പൊന്തോട് കൂടിയിട്ട് അത് ഇടിഞ്ഞ് പൊളിഞ്ഞ് നിലത്താ വീണു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉയരത്തിൽ നിന്ന് വീഴുക വെച്ചിട്ടുണ്ടെങ്കിൽ തണ്ടലിനാണ് കുഴപ്പം പറ്റുക. എന്നിട്ട് അവർ നിന്നിട്ട് ചെറുക്കുക. ഈ അസിസ്റ്റന്റ് ഡയറക്ടർ പറ്റിയില്ല നിനക്ക് പണി, ഇത് നിനക്ക് പണി തന്നതാണ് എന്നുള്ള നിലയിലാണ് മുഖത്ത് ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഒരു സിനിമയിൽ ഈ വില്ലന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വില്ലൻ പാൻ മസാല വായിൽ മുറുക്കിയിട്ട് തുപ്പുന്ന ഒരു സീനുണ്ട് മുഖത്തേക്ക്. പക്ഷെ അത് ഇവിടെ ഷോട്ട് എടുക്കണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാൻ മസാല ഇത് ശരിക്കും ക്യാമറയിലേക്ക് വില്ലൻ തുപ്പുന്നു, പക്ഷെ മുഖത്ത് വന്ന് വീഴുമ്പോൾ നമ്മളത് അടുത്ത കട്ട് ഷോട്ടായിട്ടാണ് എടുക്കുക മുഖത്ത് വന്ന് വീണത്. പക്ഷെ ഈ വില്ലൻ എന്തുണ്ടായി, ഈ റിഹേഴ്സലെല്ലാം അവർ ഓക്കെ ആക്കി ചെയ്തു, പുറത്തേക്ക് തുപ്പി. പക്ഷെ ഒറിജിനലായിട്ട് സീൻ എടുക്കണ നേരത്ത് ഒറിജിനൽ ഈ കുട്ടിയുടെ മുഖത്തേക്ക് തുപ്പി എന്നാണ് പറയുന്നത്. എന്ത് വലിയ വൃത്തികേടാ ചെയ്യുന്നത് ഇവർ. അതിപ്പോൾ സംവിധായകൻ അറിഞ്ഞിട്ടോ അത് വില്ലൻ്റെ മാത്രം കുശുമ്പാണോ അസൂയാണോ എന്നൊന്നും നമുക്കറിയില്ല. അതിൽ ഈ കുട്ടിക്ക് ഒരുപാട് വിഷമമുണ്ടായി. ഒരാളുടെ തുപ്പലാണ് നമ്മുടെ മുഖത്തേക്ക് തുപ്പണത്. ചിലപ്പോൾ ഒന്ന് അത്രയും ഒരു വൃത്തികെട്ട ഒരു സംഭവമാണ് അതൊക്കെ. ഒരാളുടെ മേല് തുപ്പുക എന്നൊക്കെ പറഞ്ഞാൽ അത് പാൻ മസാല പോലുള്ളൊരു ലഹരി വസ്തു ചവച്ചരച്ചിട്ട് മുഖത്തേക്ക് തുപ്പുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടായി. പിന്നെ എങ്ങനെയാണ് ഈ നടികൾ സിനിമയിൽ അഭിനയിക്കുക? അതുപോലെ തന്നെ പല സീൻസിലും പല നടന്മാരായിട്ട് അഭിനയിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ പിടിക്കുന്ന സീനുണ്ട്, അങ്ങനെ ഒന്ന് രണ്ട് കുറേ സ്ട്രഗിൾ ചെയ്യുന്ന സീനുണ്ട്. ഇതൊക്കെ റിഹേഴ്സൽ കഴിഞ്ഞിട്ടാണ് ടേക്ക് എടുക്കുക. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം റിഹേഴ്സൽ കഴിഞ്ഞ് ഓക്കെ ആയിട്ട് പിന്നെ ടേക്ക് ഓക്കെ ആക്കും. ടേക്ക് എടുക്കുന്ന സമയത്ത് റിഹേഴ്സൽ ചെയ്യാത്തത് ഇവർ ചെയ്യുക. എന്താണ്, ഇവരെ പിടിച്ച് നിൽക്കണ നേരത്ത് ഇവർ കൽപ്പിച്ചൂട്ടി മുലയമ പിടിക്കുക, അല്ലെങ്കിൽ മുലയമ തട്ടുക, ഈ മുലയമ തട്ടുക, അതുപോലെ തന്നെ വയറിൻ്റെ അവിടെ പിടിക്കുക. ഇതൊന്നും റിഹേഴ്സലില്ല. ഇതൊക്കെ ഇവർ സ്വയമായിട്ട് നടന്മാർ ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. അതൊക്കെ ഈ കുട്ടിക്ക് ഒരുപാട് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടായി, ഈ മലയാള സിനിമയും വേണ്ട, തമിഴ് സിനിമയും വേണ്ട, ഒരു സിനിമയും വേണ്ട, നമുക്ക് നമ്മുടെ ഒരു ജീവിതത്തിൽ ഇനി ഇതൊക്കെ കൊണ്ട് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതത്തിൽ എവിടെയും എത്തില്ല എന്ന് മനസ്സിലായി. സകല ആൾക്കാർക്കും ഈ ഒരു പരിപാടി എങ്ങനെയാണ് ഈ സിനിമാ ലോകത്ത് നടക്കണമെന്ന് വിചാരിച്ചിട്ട് ഈ കുട്ടി അച്ഛനമ്മോട് പറഞ്ഞു, ഞാൻ ഇനി അഭിനയിക്കുന്നില്ല, എനിക്ക് അഭിനയിക്കാൻ നിർത്തി, ഞാൻ ഡോക്ടറാവാൻ പഠിക്കുക. അപ്പോൾ ഇതൊക്കെ എഴുതിയിട്ടുണ്ട്, പഠിച്ച് കുറച്ച് നിൽക്കുന്നത് പകുതി ആ പഠിപ്പാക്കിയിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അങ്ങനെ ഡോക്ടറാവാൻ പഠിച്ചു, ഇപ്പോൾ ഡോക്ടറായി. അപ്പോൾ ഈ സിനിമാ ലോകത്ത് സത്യസന്ധമായി വരുന്ന ഒരാൾക്കും നിലനിൽപ്പില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സിനിമയിലേക്ക് വരുന്ന പെൺകുട്ടികളോട് ഒരു താക്കീത് എന്ന നിലയിൽ ഞാൻ പറയണം, നിങ്ങൾ ഈ സിനിമയിലേക്ക് വരാൻ വെച്ചാൽ എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാവർക്കും കൊടുക്കാനും തയ്യാറായിട്ട് മാത്രം വന്നാൽ മതി. ഇനിയിപ്പോൾ ഈ ഹേമ കമ്മീഷൻ അല്ല, അതിലും വലിയ കമ്മീഷൻ വന്നു കഴിഞ്ഞാലും ഇവിടെ ഒന്നും നടക്കില്ല. ഇവിടെ ഇതൊക്കെ തന്നെ നടക്കുള്ളൂ. സിനിമയുള്ള കാലം വരെ ഇത് തന്നെ നടക്കുള്ളൂ. ഇതിനപ്പുറത്തേക്ക് ഒരു കാര്യം ചെയ്യാനായിട്ട് ഈ സിനിമാ ലോകം ആണുങ്ങളുടെ കുത്തകയാണ്. ഇവിടെ പുരുഷ മേധാവിത്വമാണ്. ഇവിടെ സ്ത്രീ ശക്തിക്ക് യാതൊരു പ്രശസ്തിയുമില്ല. ഇവിടെ പുരുഷ ശക്തിയാണ് വലുത്. ആ പുരുഷ ശക്തി ഉള്ളിടത്തോളം കാലം സ്ത്രീകൾക്ക് ഇവിടെ ഒരു രക്ഷയില്ല. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് വീഡിയോ നിർത്താം. അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടും പറഞ്ഞ് നമുക്ക് വീഡിയോ ചെറിയൊരു മെസ്സേജ് അത്ര കണക്കാക്കിയാൽ മതി. ഓക്കെ, നമുക്ക് പറയാം. നമുക്ക് ഓരോ രൂപയും, ഓരോ 10 പൈസയും, ഓരോ 100 രൂപയും നമ്മൾ കഷ്ടപ്പെടാണ്ട് നമുക്ക് ആരും തരില്ല. ബുദ്ധിമുട്ടിയിട്ടാണ് ഓരോരുത്തർക്കും പൈസ കിട്ടുന്നത്. ആ പൈസ എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളത് നിങ്ങൾ ബുദ്ധിയിൽ നിങ്ങൾ ആലോചിച്ച് ചെയ്യണം. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇവിടെ എല്ലാ മൂലയ്ക്കും മുക്കിലും റൂറൽ ഏരിയയിലും ടൗണിലും ഒക്കെ സൂപ്പർ മാർക്കറ്റുകളാണ്. എല്ലാവരും പോയി സൂപ്പർ മാർക്കറ്റിലെ ഏറ്റവും വലിയ തിരക്ക്. ആ തിരക്കിൽ പോയി നമ്മൾ സാധനങ്ങൾ മേടിച്ച് അവിടെ ക്യൂ നിന്ന് അവരെ ബില്ലടിച്ച് ആ കാശ് കൊടുത്ത് നമ്മൾ പോരുന്നുണ്ട്. നിങ്ങൾ ആ ബില്ലിൽ നിങ്ങൾ പുറത്ത് മേടിക്കുന്ന സാധനത്തിന് ഈ ടോട്ടൽ പൈസയ്ക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് GST ഈടാക്കിയിട്ട് അവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു സാധനങ്ങൾ നിങ്ങൾ വാങ്ങരുത്. ആ സാധനത്തിനൊക്കെ നിങ്ങൾക്ക് GST നമ്മൾ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഈ സാധനങ്ങളെല്ലാം ഫ്രഷ് കിട്ടും, നല്ലത് കിട്ടുമെന്ന് വിചാരിച്ച് ഇവർ പൊതിഞ്ഞ് AC-യുടെ ഉള്ളിൽ കളർ ലൈറ്റൊക്കെ ഇട്ട് അതിൻ്റെ മുകളിലേക്ക് അടിച്ച് വെച്ച് കൊടുക്കുന്നതിൽ മുഴുവൻ തട്ടിപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തിനാണ് അവിടെ നിന്ന് ഒരു സഞ്ചി പോലും നമുക്ക് വെറുതെ തരില്ല. 5 രൂപ 10 രൂപ കൊടുക്കണം.
അവിടെ പോയി നമ്മൾ ഈ സാധനം മേടിച്ചിട്ട് നമ്മുടെ കയ്യിലില്ലാത്ത കാശ് വലിയൊരു 10,000-2,000 രൂപയ്ക്കൊക്കെ നമ്മൾ സാധനങ്ങൾ മേടിച്ച പൈസ എത്ര GST പോകണമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഒരു മനുഷ്യൻ പോലും ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഒരു സ്ഥലങ്ങളിൽ നിന്നും ഭാഗത്തു നിന്നും ഈ GST ഉള്ളിടത്ത് നിങ്ങൾ കയറരുത്. നിങ്ങളൊരു ഭക്ഷണം കഴിക്കാനും GST ഉള്ള ഹോട്ടലിൽ കയറരുത്. GST ഉള്ള ഹോട്ടൽ അവിടെ ഇരുന്നോട്ടെ, നമ്മുടെ ഉള്ള പൈസ നമ്മൾ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് ഭക്ഷണം കഴിക്കാനായാലും നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കാനും പാവങ്ങൾ നടത്തുന്ന കടകളുണ്ട്. അവർ വയറ്റിപ്പഴപ്പിന് നടത്തുന്ന കടകളുണ്ട്. അവിടെ കയറി നമ്മൾ ഭക്ഷണം കഴിക്കുക, അവിടെ കയറി പലചരക്ക് സാധനങ്ങൾ മേടിക്കുക. നമ്മുടെ പച്ചക്കറിയൊക്കെ റോട്ടിൽ വെച്ച് വിൽക്കുന്നില്ലേ, അവരെ കയ്യിൽ നിന്നൊക്കെ മേടിക്കുക. നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക. അവരെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അവരൊരു കുടുംബമാണ് ജീവിക്കുന്നത്. അവിടെ നമുക്ക് വില പേശി മേടിക്കാം. ഈ സൂപ്പർ മാർക്കറ്റിൽ അത് പറ്റില്ല. 50 രൂപ തക്കാളിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ 1 കിലോ എടുക്കാം, എനിക്കൊരു 40 രൂപയ്ക്ക് തരുമെന്ന് ചോദിച്ചാൽ ആ പാവങ്ങൾ തരും. അവർക്കിത് വിറ്റിട്ട് വേണം, അതിൽ നിന്ന് ലാഭം കിട്ടിയിട്ട് വേണം നാളെ സാധനങ്ങൾ മേടിച്ച് വീണ്ടും വിൽക്കാനായിട്ട്. മറ്റേ കുത്തക ഭീമന്മാർക്ക് അങ്ങനെയല്ല. അവർ ലോഡ് കണക്കിന് കൊണ്ടിട്ട് വെക്കുക. അവിടെ വില കുറച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ നിന്ന് പിടിച്ച് പുറത്താക്കും സെക്യൂരിറ്റി. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾക്കൊരു നമ്മുടെ പാവപ്പെട്ട ജനങ്ങൾ നമുക്ക് ഒന്ന് സഹായിക്കാം. അതുപോലെ ചെറിയൊരു പലചരക്കട വെച്ചിട്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ അവിടെ നിന്ന് മേടിക്കുക. അവരെ നിന്ന് ലാഭം കൂടുതൽ എടുക്കണ്ടാവിരിക്കാം, പക്ഷേ അവർ GST എടുക്കില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും സാധനങ്ങൾ മൊത്തം മേടിക്കുമ്പോൾ അവരേതായുള്ള ഒരു പൈസ അവർ നമുക്ക് കുറച്ചും തരും. ദയവ് ചെയ്ത് എൻ്റെ സഹോദരങ്ങൾ, ഈ വീഡിയോ കാണുന്നവർ, ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടും ഒരു ഹൈപ്പർ മാർക്കറ്റിൽ കയറിയിട്ടും ഒരു ഭീമന്മാരെയും നമ്മൾ സഹായിക്കരുത്. ഇതുപോലെ തന്നെ നമ്മൾ ഈ GST കൊടുത്തിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറരുത്. പല ഹോട്ടലുകാരും ഭീമമായ ഭക്ഷണത്തിന് പൈസയും ചിലവിടും, അതിൻ്റെ മുകളിൽ ഒരു GST ഇടും, എന്നിട്ട് നമ്മളെ പോക്കറ്റ് കാലിയാക്കും. ഈ ചിലപ്പോൾ ഭക്ഷണം പോലും 5 ദിവസം 10 ദിവസമൊക്കെ പഴക്കമുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് തരേണ്ടവ. അവിടെ ഒന്നും ഈ ഫുഡ് ഇൻസ്പെക്ടർമാർ തിരിഞ്ഞു നോക്കില്ല. അവിടെ നിന്നൊക്കെ കൈക്കൂലി മേടിച്ച് നമ്മൾക്ക് ഈ 5 ദിവസം 10 ദിവസം 25 ദിവസമൊക്കെ വെച്ചുള്ള സാധനങ്ങൾ നമുക്ക് തരികയും ചെയ്യും. അതിന് GST കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറാണത്, നമ്മുടെ ആരോഗ്യമാണത്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ GST ഉള്ള ഒരു സ്ഥലത്തുനിന്ന് പോലും ഒരു സാധനം വാങ്ങാണ്ടിരിക്കുക. പാവങ്ങളെ രക്ഷിക്കുക. പാവങ്ങളായിട്ട് കുറേ കച്ചവടക്കാരുണ്ട്, പലചരക്കട നടത്തുന്നവർ, തട്ടുകട നടത്തുന്നവർ. അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോയിട്ട് നല്ല രുചികരമായ ഭക്ഷണം ചൂട്ടോടുകൂടി കഴിക്കുക. വൃത്തിയുള്ളടത്തുനിന്ന്, വൃത്തിയില്ലാത്തടത്തുനിന്ന് കഴിക്കാണ്ടിരിക്കുക. ഇത് എൻ്റെ ഒരു അപേക്ഷയാണ്. നമുക്ക് വീഡിയോ ഇവിടെ നിർത്താം. അപ്പോൾ ഇതിൽ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് അടിക്കുക. അങ്ങനെയൊക്കെയുള്ള നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുക. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.